എന്തായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹിജ്റ ഉണ്ടായത് സഫർ മാസത്തിലായിരുന്നു. സഫർ മാസം 27-ാം തീയതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. റബീഉൽ അവ്വലിലാണ് മുഹറം, സഫർ, റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിച്ചേരുന്നത്. സഫർ 27-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ഒരു രാത്രി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇറങ്ങി. മദീനയിലേക്കുള്ള വഴിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് തിരഞ്ഞെടുത്തത്. കാരണം സ്വാഭാവികമായും പ്രവാചകൻ തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞാൽ മക്കക്കാർ ആദ്യം അന്വേഷിക്കുന്ന വഴി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയായിരിക്കും. അതുകൊണ്ട് നേരെ എതിർവശത്തുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് വടക്ക് ഭാഗത്തേക്കാണെങ്കിൽ നേരെ തെക്ക് ഭാഗത്തേക്ക് യമൻ ഉള്ള ഭാഗത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം ആ രാത്രി പോകുന്നത്. ആ രാത്രി നേരത്തെ പറഞ്ഞുറപ്പിച്ചതായിരുന്നു, മക്കയിൽ നിന്ന് ഇത്ര മൈലുകൾ അകലെയുള്ള 4-5 മൈൽ അകലെയുള്ള സൗർ ഗുഹയ്ക്കടുത്ത് സന്ധിക്കണം എന്നത്. അതുമാത്രമല്ല, ആ 2 ഒട്ടകങ്ങൾ അവയെ തയ്യാറാക്കി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഞങ്ങൾ വളരെ നല്ല രൂപത്തിൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ആ ഒട്ടകങ്ങളെ തയ്യാറാക്കുമ്പോൾ സാധനങ്ങൾ വെച്ച് കെട്ടാനുള്ള കയറ് അത് ലഭിക്കാതെ വന്നപ്പോൾ സഹോദരിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ ബിൻത്ത് അബീ ബക്കർ, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹദിയാണ് അസ്മാ ബിൻത്ത് അബീ ബക്കർ. ആ മഹദി സ്വന്തം അരപ്പട്ട, നിതാഖ് എന്ന അറബിയിൽ പറയുന്ന അരപ്പട്ട ഊരി അത് മുറിച്ച് അതുകൊണ്ട് ആ യാത്രാ സാമഗ്രികൾ കെട്ടുകയുണ്ടായി. അതുകൊണ്ട് ചരിത്രത്തിൽ അവരെ ദാത്തുൻ നിതാഖ്, അരപ്പട്ടയുടെ ഉടമയായ മഹദി, അല്ലെങ്കിൽ ദാത്തുൻ നിതാഖൈൻ, 2 അരപ്പട്ടയുള്ള മഹദി, അവരെ അരപ്പട്ട 2 ആക്കിയല്ലോ എന്ന് ചരിത്രത്തിൽ അവർക്ക് പേര് പറയാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ അങ്ങനെ അവർ തയ്യാറാക്കിയെന്നും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് വഴികാട്ടി ആയി വരാനുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന മനുഷ്യനാണ് ഏൽപ്പിക്കുന്നത് ആ 2 ഒട്ടകങ്ങളെ. പിന്നീട് ആ ഒട്ടകങ്ങളെ ഇത്ര ദിവസങ്ങൾക്ക് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം സൗർ ഗുഹയുടെ അടുത്ത് എത്തിക്കണം എന്ന് പറഞ്ഞാണ് അവർ പിരിയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന മനുഷ്യൻ അന്ന് മുസ്ലിമല്ല, അന്ന് അദ്ദേഹം കാഫിറാണ്. ഖുറൈശികളുടെ അതേ ഷിർക്കിൽ അതേ മതത്തിൽ തന്നെ നിലനിൽക്കുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത്. വളരെ വഴികളെക്കുറിച്ച്, മരുഭൂമിയിൽ നിന്ന് മദീനയിലേക്കുള്ളതും മറ്റുമായ വിവിധ വഴികളെക്കുറിച്ച്, മരുഭൂമിയിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ വളരെ ഏറ്റവും നല്ല വഴികൾ തിരഞ്ഞെടുക്കുന്നതിൽ കഴിവുള്ള ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത്. പൊതുവേ അറബികൾക്കൊക്കെ മരുഭൂമിയിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും വഴികൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക കഴിവുണ്ട്. കാരണം മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു വഴി ഉണ്ടാകില്ല. കുറച്ചാളുകൾ നടന്നു പോയ അവരുടെ അടയാളങ്ങൾ പിന്തുടർന്ന് പോകാമെന്ന് വെച്ചാൽ തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് മരുഭൂമിയിലെ കാറ്റും മറ്റു കാര്യങ്ങളുണ്ട്, ആ വഴി മാഞ്ഞു പോകും. അപ്പോൾ മരുഭൂമിയിൽ യാത്ര ചെയ്യണമെങ്കിൽ സാധാരണക്കാരനായ ഒരു യാത്രക്കാരന് പോലും നക്ഷത്രങ്ങളെക്കുറിച്ചും മരുഭൂമിയുടെ അവസ്ഥകളെക്കുറിച്ചും സൂര്യൻ ഉദിക്കുന്നതും അതിൻ്റെ ദിക്കുകളെക്കുറിച്ചും ഒക്കെയുള്ള അറിവുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ അറിവുള്ള ആൾക്ക് മാത്രമേ കൃത്യമായി ഒരു വലിയ ദൂരം താണ്ടിക്കിടക്കാൻ കഴിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ വഴികാട്ടിയായി നിശ്ചയിക്കുകയാണ് അന്ന് ചെയ്തത്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി, പുലർച്ചെയായപ്പോഴാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവർക്ക് വലിയ അമളി പറ്റി എന്നവർക്ക് മനസ്സിലായി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉടനെ മക്കയിൽ പ്രഖ്യാപിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനായി അവർ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചു. എല്ലാ മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ വഴികളും ആയുധധാരികളായ മക്കക്കാരിൽപ്പെട്ട ആളുകൾ കാവൽ നിൽക്കണമെന്നും നിരീക്ഷിക്കണമെന്നും ഒരാളെയും അവരുടെ നിരീക്ഷണത്തിലല്ലാതെ പുറത്തു പോകാൻ അനുവദിക്കരുതെന്നും മക്കയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അഥവാ മക്കയിൽ നിന്ന് പുറത്തു പോകാനുള്ള എല്ലാ വഴികളും അവരുടെ നിരീക്ഷണത്തിലായി മാറി എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂല് സൗർ ഗുഹയിൽ, മക്കയിൽ നിന്ന് ഏകദേശം 5 മൈലുകൾ അപ്പുറത്തുള്ള സൗർ ഗുഹയിൽ ചെന്ന് അന്ന് രാത്രി തന്നെ അവർ നേരത്തെ തീരുമാനിച്ചതിന് പ്രകാരം അവിടെ എത്തിച്ചേർന്നു. സൗർ ഗുഹ വലിയ ഒരു പർവ്വതത്തിലാണ് സൗർ ഗുഹയുള്ളത്. വളരെ കീഴ്ക്കാൻ തൂക്കായ പാറക്കെട്ടുകളുള്ള, വളരെ ബുദ്ധിമുട്ട് ഉള്ള, കല്ലുകൾ നിറഞ്ഞ വഴികൾ, കൃത്യമായൊരു വഴി പോലും ഇല്ലാത്ത സ്ഥലമാണ് സൗർ ഗുഹ. അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പം ആ രാത്രി ചെന്ന് താമസമാക്കി എന്ന്
നമുക്ക് കാണാൻ കഴിയും. നമുക്കിവിടെ അവസാനിപ്പിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ മണലിൽ കൃത്യമായി കാൽപാദങ്ങൾ പതിയാതിരിക്കാനായി, സൗർ ഗുഹയിലേക്കാണ് കയറിപ്പോയത് എന്നറിയാതിരിക്കാനായി അവരിരുവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കാല് പൂർണ്ണമായി നിലത്ത് വെക്കാതെ വിരലിലൂന്നിയായിരുന്നു അന്ന് നടന്നത് എന്നും ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. ഏതായാലും അവർ ആ പർവ്വതത്തിന് മുകളിലുള്ള സൗർ എന്ന ഗുഹയിൽ അവർ എത്തി അന്ന് രാത്രി അവിടെ താമസമാക്കിയെന്നാണ്. പിന്നീട് 3 ദിവസം നേരത്തെ തീരുമാനിച്ച 3 ദിവസം, കാരണം മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞ് ഉറപ്പായിട്ടും ഇറങ്ങുമെന്നറിയാം. അപ്പോൾ തന്നെ യാത്ര ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് കണ്ട് 3 ദിവസം കഴിഞ്ഞ് മക്കക്കാരൊക്കെ തെരച്ചിലൊക്കെ അവസാനിപ്പിച്ച് പിന്നെയും വേറെ റൂട്ട് വഴിയാണ്, കാരണം തെക്ക് ഭാഗത്തേക്കാണ് വന്നത്, ഇനി വീണ്ടും വടക്കോട്ടേക്കാണ് മദീനയിലേക്കാണ് പോകാനുള്ളത്. അങ്ങനെ യാത്ര തുടരാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നേരത്തെ തീരുമാനിച്ചത് തന്നെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നും കണക്കാക്കുന്ന ഇസ്ലാമിക കലണ്ടറിൻ്റെ തുടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹിജറയോട് കൂടിയാണ്. ഹിജറ എന്ന് പറയുമ്പോൾ പല ചരിത്രകാരന്മാരും ഹിജറയുടെ വർഷം എണ്ണുന്നത് തന്നെ റബീഉൽ അവ്വൽ മുതൽക്കാണ്. സഫർ 27 തുടങ്ങി 3 ദിവസം കഴിഞ്ഞ് പിന്നീട് റബീഉൽ അവ്വലിലാണ് പ്രധാനപ്പെട്ട യാത്ര കഴിഞ്ഞു. റബീഉൽ അവ്വലിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ചില ചരിത്രകാരന്മാർ വർഷങ്ങൾ എണ്ണുമ്പോൾ മുഹറം മുതലല്ല എണ്ണാറുള്ളത്. നേരെ മറിച്ച് റസൂൽ ഹിജറ തുടങ്ങിയ റബീഉൽ അവ്വൽ മുതൽ അടുത്ത റബീഉൽ അവ്വൽ വരെ ഒരു വർഷം, അങ്ങനെ ചില സീറ ചരിത്രകാരന്മാർ വരെ അങ്ങനെ എണ്ണുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അന്നാണ് നമ്മളിന്ന് പറയുന്ന ഹിജറ എന്ന് പറയുന്ന ഔദ്യോഗികമായ റസൂലിൻ്റെ ഹിജറ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഹിജറ. ആ ഹിജറയാണ് നമ്മൾ മുമ്പ് വിവരിച്ചതുപോലെ ഇസ്ലാമിന് പിൽക്കാലത്ത് ഒരു കെട്ടുറപ്പും വ്യവസ്ഥയും ഒക്കെ നൽകിയത്. ആ ഹിജറയാണ് പിൽക്കാലത്ത് മക്ക ജയിച്ചടക്കുന്നത് വരേക്കുമുള്ള, പിന്നീട് അറേബ്യൻ ഉപദ്വീപ് മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അറേബ്യൻ ഉപദ്വീപിൽ ഒരു സ്ഥലവും ഇസ്ലാം എത്താത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അന്ന് വരെ, ഈ രാത്രി വരെ മക്കയിൽ മാത്രം ഉണ്ടായിരുന്ന ഇസ്ലാം മദീനയിൽ അങ്ങിങ്ങായി എല്ലാ വീടുകളിലും എത്തിയെങ്കിലും പൂർണ്ണമായി മദീന പോലും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ചില ഗോത്രങ്ങൾ പൂർണ്ണമായി ഇസ്ലാം സ്വീകരിച്ചു. മദീനയിൽ ഇസ്ലാം എത്തി. ഈ 2 പ്രദേശങ്ങളല്ലാതെ, യമനിലെ 1-2 ആളുകൾ, ഈ 2 പ്രദേശങ്ങളിൽ കുറച്ച് പ്രദേശങ്ങളല്ലാതെ മറ്റൊരിടത്തും ഇല്ലാതിരുന്ന ഇസ്ലാം പിന്നീട് അറേബ്യൻ ഉപദ്വീപ് മൊത്തം വ്യാപിച്ചത്, അവിടെ നിന്ന് ലോകം മൊത്തം വ്യാപിച്ചത് ഈ രാത്രി ഉണ്ടായ ഹിജറ മുതൽക്ക് ഇങ്ങോട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കുക എന്നതിലുപരി ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പാഠങ്ങൾ പകർത്തിക്കൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുകയും ചെയ്യുന്ന ആളുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും ജീവിതത്തിൽ ഓർക്കുകയും ആ ജീവിതം പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് തന്നെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനാണ് എന്ന ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ ഏതെങ്കിലും വാക്കുകൾ കൊണ്ടോ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ കൊണ്ടോ പ്രവാചകനുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ സ്നേഹം നമ്മുടെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.